ചെടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഇത് പൂവന്തല എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, അതിൻ്റെ ചെടിയാണ്. ഇവിടെ വേറെ എന്തോ ഒരു ഭാഷയിലാണ് അതിനെ കോളിക്കുണ്ട. അപ്പോൾ കോളിക്കുണ്ട എന്ന് പറയുന്ന ഒരു ചെടിയുടെ തോട്ടത്തിന് ചെറിയ ചെടി തൈകൾ പാകിയിട്ടേ ഉള്ളൂ. ഇതെപ്പോൾ വന്ന് ഇനി പിടിഞ്ഞ് വേറെ അങ്ങോട്ട് കൊണ്ടുപോകും? പെരക്കി നടണം. എവളോ ഇപ്പോൾ ഇത് കൊഞ്ചം ഇപ്പോൾ കൊഞ്ചം കുട്ടിയായിരുന്നു അപ്പടി നടலாம். ഇത് രണ്ടും വന്നോ? അതിൻ്റെ അപ്പുറത്ത് ചെറിയ തോട്ടം നിൽപ്പുണ്ട്. അത് എന്നാണെന്നറിയോ, തക്കാളിയുടെ ചെറിയ ചെറിയ തൈകളാണ് വെച്ചിരിക്കുന്നത്. അതും കുറച്ച് നാൾ വലുതായി കഴിയുമ്പോഴത്തേക്കിനും ഈ അപ്പച്ചൻ അത് പറിച്ച് വേറെ തോട്ടത്തിലോട്ടൊക്കെ നടും കേട്ടോ. അങ്ങനെ വ്യത്യസ്തമായ 2 തരത്തിലുള്ള ചെടികളുടെ തോട്ടമാണ് കേട്ടോ. അതാണിപ്പോൾ തന്നെ ഇതുണ്ട്. ബാക്കിയെല്ലാം ഉഴുതു മറിച്ച് ഇവളതാനെയോ തോട്ടം? അതിനപ്പുറത്ത് ഇരിക്കുന്നത് വേറെ ആൾക്കാർക്കല്ല. ഇവരുടേത് വന്ന് ഇത്രയും തോട്ടമേ ഉള്ളൂ. ഇതിന്റെ വലിയ ചെടി ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ അതുപോലെ അവിടെ ജമന്തി ഇരിക്കില്ല, അത് വന്നു കേന്തി, അതായത് നമ്മുടെ ചൈന റോസ എന്ന് പറയുന്ന ചെടിയാവട്ടോ. കേരള എനിക്ക് തെരിയില്ല. കേന്തിപ്പൂ എന്ന് പറയും, മഞ്ഞ കളറിലുള്ള ജമന്തിയുടെ ഇതിൽ വരുന്ന കേട്ടോ. അങ്ങനത്തെ ചെടികളും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു തോട്ടം കൂടാണുള്ളത്. അപ്പം ഇപ്പം നിലവിൽ ഇത് ചെറിയ തൈകളാണുള്ള. ഈ തൈകൾ പറിച്ചതാണ്. ഇപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നത്. മഴയെല്ലാം പൊടിഞ്ഞ് ഇനിമേതാൻ ഇത് നടണം എങ്കിൽ ഇങ്ങനെ നടുമാ. ഇങ്ങനെ നടുമാ ഇങ്ങനെ. അപ്പോൾ തക്കാളിയും വന്ന് ശരി. അപ്പൊ ഇതിന്റെ പൂ പറിച്ച് ധാരാളം വിൽക്കും. അതുപോലെ തന്നെ ഇതന്നെ കണ്ടോ, ഇതിന്റെ ആദ്യത്തെ സ്റ്റേജാ കേട്ടോ കാണുന്നത്. ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ് ചെറിയ തൈയായിട്ട് വന്നത്, പിന്നെ അതൊരു സെക്ഷൻ, അത് കഴിഞ്ഞ് ഇതൊരു സെക്ഷൻ. ഇതിലേത് വന്ന് ഇപ്പൊ മുതലേ ഏത് വന്ന് ഇപ്പോ അപ്പടിയേ എല്ലാം വന്ന് ഇപ്പൊ പറിക്കാവുന്ന രീതിയിലായിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് ആട്ടോ അത് അങ്ങനെ നട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ ഇതിപ്പോ പറിച്ച് നമുക്ക് മാറ്റി വെക്കാവുന്നത് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് കണ്ടോ. കറിവേപ്പില, ചെറിയ തള് കറിവേപ്പില നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ശുദ്ധമായ വെള്ളത്തിനടുത്തുള്ള വെള്ളത്തിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എപ്പോഴും 4-5 മണിക്കൂർ ഇങ്ങനെ വെള്ളം വിട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അപ്പച്ചൻ്റെ ഈ കറിവേപ്പിലയൊക്കെ നല്ല തഴച്ച് വളരുന്നത് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. എவ்வளோ വയസ്സായിരുന്നു? 62 വയസ്സുണ്ട്. ഇപ്പോഴും നല്ല യങ്ങായിട്ടായിരിക്കുന്നത്. അതായത് എന്താ சொல்லு, கொஞ்சம் ഏജ് കമ്മിயாக ഇരിക്കുന്ന മാതിരി ഇരിക്കും നിങ്ങളെ பார்த்தாൽ. അവളോ 62 വയസ്സൊന്നും சொல்ல முடியாது. അപ്പോൾ അത്രയും ചെറുപ്പമാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഇതുപോലത്തെ കൃഷിയാണ്, ഇവരുടെ കൃഷിയാണ് ഇവരെ ഇതുപോലെ ചെറുപ്പക്കാരാക്കി, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാരാക്കി വളർത്തുന്നത്. അപ്പോൾ ഇതാണ് ചെറിയ കറിവേപ്പില തോട്ടം ഉണ്ട്. നല്ല രസമുണ്ട്. നല്ല രസമാണ് ഈ തോട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. பைப்பு இலவச மானியம் கிடைச்சது. மானியத்தில் கிடைச்சி இங்கேருந்து கலக்கு போனால் பைப்பை சுருவிட்டாச்சு தண்ணி அங்கே கொடுக்கும். ஓ, அங்கே கலெக்ட் பண்ணுமா? அங்கே இந்த டீப்பை கட்டுவோம். இப்போ தண்ணி நீங்க இங்க போடுவில்லை? ஆமா. அதை முடிச்சிருச்சா? எல்லா தோட்டத்துக்குள்ளதும் முடிச்சிருச்சு. அடுத்த நம்ம தக்காளி நடுவோம். இல்ல, ഞാൻ അതല്ല சொன்னேன். ഡെയിലി വന്ന് நீங்க வந்து ഇങ്ങനെ போட்டு விடுவில்லை தண்ணி? ஆமா. அது எவ்வளவு நேரம் தண்ணி போட்டு விடும்? இன்னும் 1 மணி நேரம் 2 மணி நேரம் ஓடும். அது முடிஞ்சிருச்சா? இன்னைக்கு போடல, மழை நேரம். ஓ, இந்த மழை ஆயிடுன்னு போடல. சரி. இந்த மகசில் வச்ச உடனே தண்ணி அப்படியே டெய்லி ஒரு 2 மணி நேரம் 3 மணி நேரம் 2 மணி 3 மணி நேரம் போடும். அங்கிட்டெல்லாம் போடுமா? ஆமா, அங்கெல்லாம் பாய்தானே பாசனம் முடிஞ்சிட்டு. அங்க வருமானம் இல்ல. വെണ്ടയ്ക്ക നിൽക്കാ உங்களுக்கு? വെണ്ടയ്ക്ക. അപ്പൊ ഇവർക്ക് അത് വെണ്ടയ്ക്ക തോട്ടമുണ്ട്. അതിന്റെ തോട്ടമൊക്കെ നിങ്ങളെ ഞങ്ങൾ കാണിക്കാവേ. അല്ലാതെ തന്നെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ കാണിക്കാം. ഇപ്പം മഴയായതുകൊണ്ട് ഞങ്ങളിങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ വെണ്ടയുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ജമന്തിയുടെ തോട്ടങ്ങളും ഉണ്ട്. അതിന് നമ്മൾ കാന്തി തോട്ടം എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കൃഷികൾ, പിന്നെ നല്ല കറിവേപ്പില, പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ചെടികളുടെ കൃഷിയുടെ തോട്ടം ഇദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട്. നല്ല മഴയുണ്ട്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. കാറ്റും മഴയെല്ലാം ഉണ്ട്. അപ്പം നല്ലൊരു തോട്ടത്തിൻ്റെ ഉടമയാണ് ഇരിക്കുന്നയാൾ. തോട്ടമാണേ കാണാൻ പോകുന്നത്. എല്ലാ തക്കാളി എല്ലാം പോയെന്നാണ് പറയുന്നത്. അപ്പം ഒരു ചെറിയ തക്കാളി
பிடிங்களா நீங்கள் பிடிங்க சார் நல்ல ஒரு பூ இது நிறைய நாள் பூத்துட்டு പോതും പോതും ഒരുപാട് പൂ ചോദിച്ച് ഒരു പൂവാണ് ചോദിച്ചത് ഒരുപാട് നല്ല സ്മെല്ലാകട്ടോ ഇപ്പം നല്ലൊരു പൂത്തോട്ടമാണ് നല്ല പൂവാട്ടോ നല്ല മണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് ചിന്ന സൈസ് അല്ലേ பறிச்செல்லாம் போஞ்சிட்டுல முதல்ல பருவட்டாக இருந்தது குடிசாயிட்டு 2 மாதம் பறிச்சிருக்கலாம் അപ്പോൾ ഇതാണ് പൂവിൻ്റെ കൃഷി ഇതാണ് കൃഷിയുടെ നോട്ടം നല്ല രസമുണ്ട് നല്ല കളർ നല്ല വ്യത്യസ്തമായ കളർ അപ്പോൾ ഇതൊക്കെയാണ് തക്കാളി ഇത് പിന്നെ കുറച്ച് പൂവാൻ കുറുതല പോലത്തെ ചെടി പൂവാന്തല പോലത്തെ ചെടിയുടെ പൂ ഇതെല്ലാം ഉണ്ട് ഒരു പച്ച തക്കാളി പറിച്ച് തരുമല്ലോ காய் வேணும் பழம் வேணுமா ടേസ്റ്റ് பண்ணுங்க இது அதான் இனிக்கும் இது கொஞ்சம் இனிக்காது இது இனிக்க மாற்றப்படும் புளியாக இருக்கு புளிக்கும் அது இனிக்கும் பழுத்துட்டு அது நல்லா പിന്നെ ഒരു പഴം എനിക്ക് പിടിക്കാം നല്ല ഇത് ഇനിക്കും പുളിയും മധുരം എല്ലാം കൂടെ ഉണ്ട് ഇനിപ്പ് ഉണ്ട് ഇനിപ്പായില്ല മധുരമായിട്ടില്ല പഴുത്താ ഇനിക്കും പുളിയായിട്ടുണ്ട് പച്ചയെല്ലാം വന്ന് பச்சை பிடுங்கி கொடுக்கலையா காயும் பறக்கலாம் நான் பெரும்பாலும் பழம் தான் பறக்கும் ഇത്രയാണ് അപ്പച്ചൻ്റെ ചെറിയ തോട്ടത്തിലെ പറ്റിയുള്ള വിശേഷങ്ങൾ